ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ, മരിച്ചുപോയിട്ടുള്ള മാതാവിനെ അടക്കം എത്രയോ മോശമായിട്ട് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടും ഹാഷ്മി ചർച്ചയ്ക്കെടുത്തോ? ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ഞങ്ങൾ പരാതി കൊടുത്തു. ഹാഷ്മി ചർച്ചയ്ക്കെടുത്തോ? ഈ വിഷയം ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മനല്ലേ പറയുന്നത്? എന്താ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തത്? എന്താ ഒരു വാർത്ത പോലും കൊടുക്കാൻ വേണ്ടി പറ്റാത്തത്? എന്താ നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ കുറെ ദിവസമായാലും ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വിഷയത്തിന് എത്ര തവണ ഞങ്ങൾ ജാൻമണി എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? പേര് പോലെ നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഹാഷ്മിക്ക് പൊള്ളാത്തത്? അങ്ങനെ നിങ്ങളുടെ ഹാഷ്മി ഇത് ഇയാൾക്കൊരു കുറ്റബോധത്തിന് തരിമുണ്ടായിട്ടുണ്ടോ? ഇയാൾ പിന്നെയും ആവർത്തിച്ച് ന്യായീകരിക്കായിരുന്നില്ലേ? ഒന്നാമത് ജാൻമണിയെയും മോഹൻദാസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ശ്യാമരാജ്, ഈ പറയുന്ന TG നിങ്ങളുടെ ബൗദ്ധിക സംഘത്തിന്റെ തലവനായിരുന്നു, ജാൻമണിയെ പോലെയല്ല. പറഞ്ഞത് വന്ധ്യവേദകയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. മനസ്സിലായോ? ഒരു കേസും എടുത്തിട്ടില്ല. ഹാഷ്മി ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ പോലെ ജാൻമണി മാപ്പ് പറഞ്ഞില്ലേ ശ്യാമരാജ്? ഇയാൾ മനുഷ്യനെ പോലെ മാപ്പ് പറഞ്ഞോ? അതിനുശേഷം എന്താ പറഞ്ഞത്? മനുഷ്യവിരുദ്ധം പറഞ്ഞിട്ട് ഇയാൾ മനുഷ്യവിരുദ്ധയും വൃത്തികേടും തോന്നിയവാസം പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞോ? അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? അയാളെ സ്വീകരിക്കാനല്ലേ സംഘത്തിന്റെ പ്രാന്തകാര്യവാഹ പ്രമുഖന്മാരൊക്കെ പോയി കാത്തിരുന്ന കോടതിക്ക് മുന്നിൽ? ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണല്ലോ ഹാഷ്മി. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ എല്ലിക്കഷ്ണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മാതിരിയുള്ള റേറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾക്കാണ് അധമ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്റെ കയ്യിലെ ടെലിപ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി വായിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇതിന് ഉത്തരം ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു. എത്ര തവണയാണ് ഈ പറയുന്ന ഇയാളുടെ ഈ നാലാംകിട വർത്താനം തള്ളിപ്പറഞ്ഞ നിലപാട് വ്യാജമായിരുന്നില്ലേ? വ്യാജമല്ലായിരുന്നെങ്കിൽ എന്തിനാണ് സംഘത്തിന്റെ പ്രധാന നേതാക്കൾ അയാളെ പോയി കാത്തിട്ട് നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ഹാഷ്മി നിങ്ങൾ കാണിക്കുന്നതും ഇരട്ടത്താപ്പാണ്. നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെയും ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചർച്ച നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 100% ഞാൻ യോജിക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചു പോയിട്ടുള്ള എത്രയോ പ്രായമുള്ള സ്ത്രീയെ കുറിച്ചിട്ട് വരെ മോശമായിട്ട് പറഞ്ഞ ജാൻമണി എന്നുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്തായാലും അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ. ഈ ചർച്ചയിൽ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ തള്ളി പറയുന്നു. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞേ. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെറ്റായി മാപ്പ് പറയുന്നു. ജാൻമണി തള്ളി പറഞ്ഞു. ഇയാൾ തള്ളി പറഞ്ഞോ? 5 മിനിറ്റ് ഇയാൾ വൃത്തിയോട് പറഞ്ഞത് ഒരു തെറ്റാണെന്ന് പറഞ്ഞു. ഹാഷ്മി തള്ളിപ്പറയേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഹാഷ്മിയുടെ ആദ്യത്തെ വാചകം എന്താ? നിങ്ങളുടെ ഈ ചർച്ചയിലെ ഇൻട്രോ എന്താണ്? അതിനോട് നിങ്ങൾ മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ തള്ളിപ്പറയേ. ജാൻമണിയെ പറയുന്നു. ജാൻമണി കേരളത്തിന്റെ ആരാണ്? ജാൻമണി BJPക്ക് ആരാണ്? ജാൻമണി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ്? ജാൻമണി ആരാണ്? മോഹൻദാസ് BJPയുടെ ഈ പറഞ്ഞ ഇന്റലിജൻസ് സെല്ലിന്റെ ബൗദ്ധിക സെല്ലിന്റെ തലവനാണ്. ഒരു സ്ത്രീ പറഞ്ഞതാരാന്നല്ല, പറഞ്ഞതാരാണ് പ്രധാനമാണ്. ഞാൻ പറയുന്നു പ്രധാനമാണ്. കേരളത്തിൽ എന്നല്ലേ ഒരു സ്ത്രീയെ പറയട്ടെ, ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാൻ പാടില്ല. ഒരു സ്ത്രീയെ കുറിച്ച് മോശമാക്കി പറയാൻ പാടില്ല. അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. അതിലാർക്കാ തർക്കം? പ്രധാനമന്ത്രിയുടെ അമ്മയല്ല. ഒരു സ്ത്രീയെയും തള്ളി പറയാൻ പാടില്ല. ഒരു സ്ത്രീയോട് വൃത്തിയോട് പറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഹാഷ്മി തള്ളി പറയുന്നേ. ആർക്കാ തർക്കം? അല്ല, ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ഇവിടെ ശ്യാമരാജ് വന്നിരുന്ന ഒരു നാലാംകിട വൃത്തികേട് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ മടിയില്ലാത്ത ഒരുത്തരോട് ന്യായീകരിക്കുക. ഇവിടെ നാലാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്ത ഒരു മനുഷ്യവിരുദ്ധനോട് ന്യായീകരണം ശ്യാമരാജ് കഷ്ടമാണേ. ശ്യാമരാജൊക്കെ ബോധവും വിവരമുള്ള മനുഷ്യരല്ലേ? അങ്ങനെ ചെയ്യാവോ? വെറും ഫേക്ക് ആണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറഞ്ഞാൽ വെറും ഫേക്ക് ആണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ തുടക്കത്തിലെ ലെവലേശമെങ്കിലും മാന്യതയോ സത്യസന്ധതയോ കാണിക്കുന്നെങ്കിൽ തള്ളിപ്പറയേ. താങ്കൾ TG മോഹൻദാസിനെ അവിടുത്തെ അല്ല ശ്യാമരാജ്, താങ്കളുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചത് കാരണം എന്താണെന്നറിയോ? TG മോഹൻദാസിന്റെ വൃത്തികെട്ട വർത്താനം തള്ളിപ്പറയുന്ന RSSന്റെ നേതാക്കൾ TG മോഹൻദാസിനെ കാണാൻ വേണ്ടി പോയി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ജാൻമണിയെ ചാരി ഈ TGയെ താങ്കൾ ന്യായീകരിക്കുക. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ലല്ല, ഏതോ ജാൻമണിയെ ചാരി TGയെ താങ്കൾ ന്യായീകരിക്കുക. ഏതോ ജാൻമണിയെ ചാരി
ഏതോ ജാൻമണിയെ ചാരി ഏതോ ഇല്ലെന്ന് ഞാൻ അത് എന്റെ തുടക്കത്തിലെ നിലപാട് അത് തന്നെയാണ്. ജാൻമണിയല്ല, ടി ജി മോഹൻദാസ് അല്ല, സാക്ഷാൽ നരേന്ദ്രമോദി ആണെങ്കിലും മറ്റൊരു സ്ത്രീയെ മോശം പറയാൻ പാടില്ല. അത് അങ്ങനെ തന്നെയല്ലേ ശ്യാംരാജ്? അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് അങ്ങനെ തന്നെ ആരാണെങ്കിലും അല്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞല്ല, ആരാണെങ്കിലും ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും സ്ത്രീ അധിക്ഷേപം നല്ലതല്ല. നീ ഒന്നും പണയണ്ട. എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് തന്നെയാ. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ് ആർ എസ് എസിന്റെ പ്രാന്ത നേതാക്കൾ അവിടെ പോയി ഇയാളെ കാത്തു നിൽക്കുന്ന കാര്യം എന്താണ്? അപ്പൊ പുറത്ത് തള്ളി പറയുകയും ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യാണ്. അതിനാണ് കാപട്യം എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇരട്ടത്താപ്പ് ആ വാക്ക് തന്നെ കിട്ടിയില്ല. വാക്ക് എക്സാക്ട്ലി ആ ഇരട്ടത്താപ്പ് ആ വാക്ക് തന്നെയാണ്. പറ്റൂല ഹാഷ്മി, പറയില്ലേ നിങ്ങൾ ഈ വൈകുന്നേരം ഈ ചാനലിൽ ടെലിപ്രോംപ്റ്റർ വന്നിരുന്നിട്ട് പറയുന്നില്ല ഇരട്ടത്താപ്പാണ്. അത് തന്നെ ഇരട്ടത്താപ്പ് ആ വാക്കാണ്. പോലും ഒരു സത്യസന്ധതയില്ല. അതായത് പറഞ്ഞതിനെ തള്ളി പറയുകയാണ്, എന്നിട്ട് ആ വൃത്തികേട് പറഞ്ഞ ആളെ കാത്തിരിക്കാൻ വേണ്ടി അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, സത്യസന്ധതയില്ല നിലപാടെന്ന് പറയുന്നത്. നിങ്ങൾ അതിര് കിടക്കുന്നു. എന്റെ സമയമല്ലേ പറയട്ടെ. നിങ്ങളുടെ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയത്ത് ഞാൻ വേണ്ടിയില്ല മിണ്ടായിരുന്നു കേട്ടില്ലേ? ഈ പറഞ്ഞ ആരാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇതെനിക്ക് ബഹുമാനപ്പെട്ട കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. വന്ദേ മാതരം മുഴുവനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പറ്റില്ലെന്ന്. ഹൈക്കോടതിക്ക് മേഖലയാണ് സതീഷ് ആ ഉത്തരവിലെ അവസാനം സഞ്ജയ് പറഞ്ഞ പോലെ അവസാനം ഒരു വായിച്ച ചില മാധ്യമങ്ങൾക്ക് പിഴ ഒരു സത്യമാണത്. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയത് പിഴവാണ്. അതിനുവേണ്ടി ഓഗസ്റ്റ് 14 SOP സർക്കാർ പുറത്തിറക്കി. അതുകൊണ്ട് വന്ദേ മാതരം വിവാദത്തിൽ യഥാർത്ഥത്തിൽ സതീഷ് കഴമ്പുണ്ടോ ഈ പറയുന്ന പോലെ? നിർബന്ധിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് പോലെ നിങ്ങൾ ചരിത്രം വളച്ചൊടിക്കല്ലേ? ഒരു കാര്യം പ്രാധാന്യം അർഹിക്കുന്നത് വന്ദേ മാതരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇപ്പോൾ നിലവിലെ വിവാദത്തിൽ കഴമ്പുണ്ടെന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ സംസാരിക്കട്ടെ. വ്യക്തത വരുത്തണം. ഇല്ല, സുപ്രീം കോടതി പറഞ്ഞ ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ അല്ല, സുപ്രീം കോടതി പറഞ്ഞത് നിർബന്ധിക്കണോ? പിന്നെ വാശി ഇല്ല. സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി നിർബന്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? ആ വിഷയമാണ് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ചർച്ചയ്ക്കുള്ളിൽ പ്രശ്നമുണ്ടാകാനാണെങ്കിൽ ചർച്ചയ്ക്കകത്ത് ബഹളമുണ്ടാക്കാനാണെങ്കിൽ എനിക്ക് നല്ല തോന്നുന്നുണ്ട്. എന്റെ സമയമല്ല ഇത്. രക്ഷപ്പെടുന്ന രീതിയിൽ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം കാണിക്കുകയാണ് ഇവിടെ UDF-ന്റെയും BJP-യുടെയും പ്രതിനിധി. കാരണം അവരിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ രാഷ്ട്രീയത്തെ സമൂഹം കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതിന് പകരം പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമയത്ത് കേൾക്കാൻ വേണ്ടി ശരി നമ്മുടെ സമയം കഴിയാണ്. തർക്കമായി ഓണക്കാലമാണ്, കുറച്ച് ബ്രേക്ക് കൂടുതലുണ്ട്. ക്ഷമിച്ചേക്കണേ, നമുക്ക് അടുത്ത ചർച്ചയിൽ പരിഹരിക്കാം. തർക്കമായി ശരി, എന്തായാലും സമയം കിട്ടാതെ അടുത്ത ചർച്ചയിൽ അത് ഉറപ്പായി അഡ്ജസ്റ്റ് ചെയ്യാം. ഓണക്കാലമാണ്, കുറച്ച് ബ്രേക്ക് കൂടുതൽ. ക്ഷമിക്കണം, അതുകൊണ്ടാണ്.